നമസ്കാരം. 53ാമത്തെ GST കൗൺസിലിൽ വന്ന പ്രധാനപ്പെട്ട 20 മാറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പോയിന്റ് നമ്പർ 1, 2017-18, 2018-19, 19-20 ഈ ഫിനാൻഷ്യൽ ഇയറിലെ സെക്ഷൻ 73 പ്രകാരം വന്ന ഡിമാൻഡുകൾ അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. ഇത് നല്ല ഒരു സ്കീമാണ്. ഇനീഷ്യൽ പീരീഡ് ഓഫ് GSTയിൽ വന്ന ഒരുപാട് നൂലാമാലകൾ ഇതുവഴി നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. ഇതിലൊരു പ്രത്യേക കണ്ടീഷൻ ഉള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് മുഴുവൻ മാർച്ച് മാസം 31, 2025 അടച്ചിരിക്കണം എന്നുള്ളതാണ്. സെക്ഷൻ 74 പ്രകാരമുള്ള ഡിമാൻഡുകൾക്ക് ഈ പറഞ്ഞ ആനുകൂല്യം ലഭിക്കുകയില്ല. അതായത് ഫ്രോഡ്, സപ്രഷൻ തുടങ്ങിയ സിറ്റുവേഷനിൽ കണ്ടുപിടിക്കുന്ന ഡിമാൻഡുകൾക്ക്. പോയിന്റ് നമ്പർ 2, അപ്പീലുകൾ ഫയൽ ചെയ്യുമ്പോൾ ഗവൺമെൻറ് പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അതായത് GST ട്രിബ്യൂണലിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ ഡിമാൻഡ് ഉള്ളതായിരിക്കും. ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്യുമ്പോൾ അത് 1 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണം. അതുപോലെ സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്യുമ്പോഴും 3 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണം. ഇങ്ങനെ ഒരു സീലിംഗ് വെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കേസുകൾക്കും ടാക്സ് പേയർക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പീൽ പോകുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. പോയിന്റ് നമ്പർ 4 പറയുന്നത്, GST നിയമത്തിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ പ്രീ ഡിപ്പോസിറ്റ് കൊടുക്കണം. പുതിയ പ്രപ്പോസൽ അനുസരിച്ച് 10% ഓഫ് ഡിസ്പ്യൂട്ടഡ് ടാക്സ് മാക്സിമം ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 40 കോടിയായിട്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. GST ട്രൈബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ നിലവിൽ അത് 20% ഓഫ് ഡിസ്പ്യൂട്ടഡ് ടാക്സ് അടയ്ക്കണമായിരുന്നു. അതിപ്പോൾ 10% ഓഫ് ഡിസ്പ്യൂട്ടഡ് ടാക്സ് ലിമിറ്റഡ് ടു മാക്സിമം ഓഫ് 40 crores എന്നായിട്ട് റീഫിക്സ് ചെയ്തിട്ടുണ്ട്. പോയിന്റ് നമ്പർ 5, ENA അഥവാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, മാനുഫാക്ചർ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ENA എന്ന് പറഞ്ഞ ആൽക്കഹോള് ഇത് GST നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. പോയിന്റ് നമ്പർ 6, TCS ബൈ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ. നിലവിൽ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർമാർ 1% TCS ആയിരുന്നു നിലവിൽ അത് സപ്ലൈയുടെ പുറത്ത് കളക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇതിപ്പോൾ 0.5% ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ്. അതായത് SGSTയിൽ 0.25, CGSTയിലും 0.25. പോയിന്റ് നമ്പർ 7, GST ട്രൈബ്യൂണൽ അപ്പീൽ ഫയൽ ചെയ്യുവാനുള്ള സമയം ഇത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഡേറ്റ് തുടങ്ങി 3 മാസം എന്നായി ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതുവരെയും ഗവൺമെൻറ് അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. എന്നാണ് നോട്ടിഫൈ ചെയ്യണേ അന്ന് തുടങ്ങി 3 മാസം എന്ന നിലയിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ITC എടുക്കുവാനുള്ള യോഗ്യതയാണ്. സെക്ഷൻ 16(4) പ്രകാരം ITC എടുക്കുവാൻ ഇപ്പോൾ കൂടുതൽ റിലാക്സേഷൻ കൊടുത്തിരിക്കുകയാണ്. GSTയുടെ ഇനീഷ്യൽ പീരീഡായ 17-18, 18-19, 19-20 ഈ കാലഘട്ടങ്ങളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യുന്നതിനുള്ള സമയം നവംബർ 30, 2021 ആയിട്ട് എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു കണ്ടീഷൻ ഉള്ളത് GSTR 3Bയിൽ അവെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പോയിന്റ് നമ്പർ 9, കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിന് GSTR 4 ഫയൽ ചെയ്യേണ്ട കറണ്ട് ഡ്യൂ ഡേറ്റ് അത് ഏപ്രിൽ 30. 2024-25 സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ 30 എന്നുള്ളത് ജൂൺ 30 എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. പോയിന്റ് നമ്പർ 10, റൂൾ 88B പ്രകാരം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ബാലൻസ് തുകയുള്ള മുറയ്ക്ക് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ ഡിലേ ഉള്ളവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. പോയിന്റ് നമ്പർ 11, എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം പ്രൈസിൽ ഒരു വേരിയേഷൻ വന്നാൽ ഇതുവഴി വരുന്ന അഡീഷണൽ GST റീഫണ്ടായി ക്ലെയിം ചെയ്യുവാനുള്ള സംവിധാനം പുതിയതായി കൊണ്ടുവരുന്നു. പോയിന്റ് നമ്പർ 13, സെക്ഷൻ 16(4)ൽ RCM സർവീസ് റെലവൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഫോർ ITC ടൈം ലിമിറ്റ് 16(4) എന്ന് പറയുന്നത് ദ ഇയർ വെൻ ദ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് ബൈ ദ റെസിപ്പിയൻറ്റ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. പോയിന്റ് നമ്പർ 15, സെസ് യൂണിറ്റ്
സെസ് ഡെവലപ്പർ അവർ ഓതറൈസ്ഡ് ഓപ്പറേഷൻസിന് വേണ്ടി ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ കോമ്പൻസേഷൻ സെസ്സും കൂടി ഇനിമേൽ എക്സംഷൻ കൊടുക്കുകയാണ്. പോയിന്റ് നമ്പർ 15, വാല്യുവേഷൻ ഓഫ് കോർപ്പറേറ്റ് ഗ്യാരണ്ടി ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ്. ഇതിന് ഒരു റെട്രോസ്പെക്റ്റീവ് അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. ഫ്രം 26 ഒക്ടോബർ 2023 മുതൽ. നമുക്കറിയാം 1% ഓഫ് ഗ്യാരണ്ടി എമൗണ്ട് ഓർ ആക്ച്വൽ എമൗണ്ട് ആണ്, വിച്ച് എവർ ഈസ് ലെസ് ആണ് ഇതിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പോയിന്റ് നമ്പർ 16, GSTR 1A. പുതിയൊരു GSTR റിട്ടേൺ ഇതിൻ്റെ കൂടെ വരികയാണ്. GSTR 1A എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ GSTR 1 ഫയൽ ചെയ്താൽ, മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്താൽ അത് അമെൻമെൻറ്റ് പോസിബിൾ അല്ലായിരുന്നു, അഥവാ റിവിഷൻ പോസിബിൾ ആയിരുന്നില്ല. ഇപ്പോൾ അതിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് വന്നിട്ട് GSTR 1A പുതിയതായിട്ട് വരികയാണ്. പക്ഷേ ഇതിനൊരു കണ്ടീഷൻ ഉള്ളത്, GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പായിരിക്കണം ഈ പറഞ്ഞ അമെൻമെൻറ്റ് ചെയ്യുവാൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10-ാം തീയതി GSTR 1 അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഇൻവോയ്സ് വിട്ടുപോയി. അത് ആ മാസത്തിൽ തന്നെ GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വിട്ടുപോയ ഇൻവോയ്സുകൾ അതിൽ ചേർക്കുവാൻ സാധിക്കും, അഥവാ GSTR 1 നമുക്ക് അമെൻഡ് ചെയ്യുവാൻ സാധിക്കും. ഇതാണ് GSTR 1A. പോയിന്റ് നമ്പർ 17, B2C ഇൻട്രസ്റ്റേറ്റ് സപ്ലൈസിന് റിപ്പോർട്ട് ചെയ്യുന്ന ത്രഷോൾഡ് ലിമിറ്റ് ഇത് 2.5 ലക്ഷം രൂപയായിരുന്നു. അതിപ്പോൾ 1 ലക്ഷം രൂപയായിട്ട് കുറച്ചിരിക്കുകയാണ്. പോയിന്റ് നമ്പർ 8, റേറ്റുകളിലുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാ മിൽക്ക് ക്യാൻസ്, സ്റ്റീലോ അയണോ അലുമിനിയോ എന്തായാലും അതിന് GST റേറ്റ് ഇപ്പോൾ 12% ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പോയിന്റ് നമ്പർ 19, കാർട്ടൺ ബോക്സസ് കേസസ് ബോത്ത് കൊറുഗേറ്റഡും നോൺ കൊറുഗേറ്റഡ് പേപ്പറും ഇതിൻ്റെ റേറ്റ് 18 നിന്നും 12 ആയിട്ട് ചുരുക്കും. സോളാർ കുക്കർ അതിൻ്റെ റേറ്റ് 12% ആക്കും. ഓൾ ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലേഴ്സ് ഇതിന് 12% ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട സെഗ്മെൻറ്റിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, വെയിറ്റിംഗ് റൂം ചാർജ്, ക്ലോക്ക് റൂം സർവീസ് ചാർജ്, ഇതിനെല്ലാം ഇന്ത്യൻ റെയിൽവേയുടെ സേവനങ്ങൾക്ക് ഇനിമേൽ എക്സംഷൻ കൊടുക്കുകയാണ്. പോയിന്റ് നമ്പർ 20, അവസാനമായി പറയാനുള്ളത്, സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും ഹോം സ്റ്റേ പോലെയുള്ള അക്കോമഡേഷൻ സർവീസുകളുമായി ബന്ധപ്പെട്ടാണ്. പല കൺഫ്യൂഷൻസും നിലവിലുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പുതിയ ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നത് 20,000 രൂപ പെർ മന്ത് പെർ പേഴ്സൺ അക്കോമഡേഷൻ ചാർജ് ഇവർക്ക് അതിൽ താഴെയാണെങ്കിൽ ഈ സർവീസ് എക്സെപ്റ്റഡ് ആണ്. ഒരു കണ്ടീഷൻ ഉള്ളത്, മിനിമം കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 90 ഡേയ്സ് താമസിക്കണം എന്നുള്ളതാണ്. ഈ പ്രപ്പോസലിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റും കൊടുക്കുന്നുണ്ട്. ഇതാണ് 53ാമത്തെ GST കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചേഞ്ചസ്. താങ്ക് യു.